പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഒരു കഥ കേൾക്കൂ. ആനക്കുട്ടിയുടെ ക്രിസ്മസ്. കാട്ടിലെ കൊച്ചു മൃഗങ്ങളെല്ലാം ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. പഞ്ഞിക്കുപ്പായമിട്ട മുയലുകളും പുള്ളിക്കുപ്പായം ധരിച്ച മാൻകുട്ടികളും കുരങ്ങൻ കുട്ടികളും അണ്ണാൻ കുഞ്ഞുങ്ങളും എലിക്കുട്ടന്മാരും ആഘോഷത്തിന് തയ്യാറായി. ചെറിയ മരങ്ങളെല്ലാം പൂക്കളും പഴങ്ങളും കൊണ്ട് ക്രിസ്മസ് ട്രീകളാക്കി മാറ്റി. ആ കാട്ടിലെ ഒരേ ഒരു ആനക്കുട്ടിയായ കുഞ്ഞിക്കണ്ണന് അവരോടൊപ്പം കൂടാൻ ആഗ്രഹം തോന്നി. കൂട്ടരെ ഞാനും കൂടട്ടെ കാട്ടിലെ ക്രിസ്മസ് മേളത്തിന്, ആട്ടവും പാട്ടും കളിയുമായി കൂട്ടുകാർക്കൊത്തു രസിച്ചിടാം. അയ്യോ വേണ്ട, ആനക്കുട്ടി ഞങ്ങളോടൊപ്പം നൃത്തം ചെയ്താൽ അറിയാതെ കാലൊന്നു തൊട്ടാൽ മതി, ഞങ്ങൾ ചമ്മന്തിയാവും. ചിന്നുമുയൽ പേടിയോടെ പറഞ്ഞു. മറ്റുള്ളവരും അത് ശരിവച്ചു. ഇല്ല, നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ല, ഞാൻ നിങ്ങളുടെ കൂടെ കൂടും. ആനക്കുട്ടി കരച്ചിലായി. എങ്കിൽ നിന്നെ ഞങ്ങൾ ക്രിസ്മസ് പപ്പയാക്കാം. പക്ഷേ അതിനുള്ള വേഷം നീ തന്നെ കണ്ടുപിടിക്കണം. ആനക്കുട്ടൻ സന്തോഷത്തോടെ പറഞ്ഞു. ശരി ശരി, ഞാൻ വേഷം കണ്ടുപിടിച്ച് ക്രിസ്മസ് പപ്പയുടെ വേഷത്തിൽ ഉടനെ വരാം. അവൻ അച്ഛനോട് പറഞ്ഞ് മിന്നുന്ന ചുവന്ന പട്ടുതുണി വാങ്ങിച്ച് തയ്യൽക്കാരൻ കരടിച്ചേട്ടനെ ഏൽപ്പിച്ചു. കരടിച്ചേട്ടാ നിന്നാട്ടെ, കുപ്പായം തുന്നി തന്നാട്ടെ, കണ്ണനു പറ്റിയ നല്ലൊരുടുപ്പ് ഒന്നിങ്ങു വേഗം തുന്നിത്തരൂ. ഉടുപ്പൊക്കെ തുന്നിത്തരാം, പക്ഷേ നീ എനിക്ക് കുറേ പഴങ്ങൾ പറിച്ചു തരണം. അതിനാണോ വിഷമം എന്നു പറഞ്ഞ് കാട്ടിലെ മരങ്ങളെല്ലാം കുലുക്കി പഴുത്ത പഴങ്ങൾ നോക്കി കരടിച്ചേട്ടന് ആ ആനക്കുട്ടി സമ്മാനിച്ചു. ഒട്ടും വൈകാതെ കരടിച്ചേട്ടൻ ചുവന്ന മനോഹരമായ ഒരു കുപ്പായവും അതിലും ഭംഗിയുള്ള തൊപ്പിയും ആനക്കുട്ടൻ്റെ അളവിൽ തുന്നിക്കൊടുത്തു. കുഞ്ഞിക്കണ്ണൻ്റെ കുപ്പായം, ആരും കൊതിക്കുന്ന കുപ്പായം, മിന്നിത്തിളങ്ങുന്ന കുപ്പായമിട്ട് കണ്ണപ്പൻ അപ്പൂപ്പൻ വന്നിടുന്നേ. മനോഹരമായ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കുപ്പായവും ഇട്ടുവന്ന ആനക്കുട്ടിയെ കണ്ട് കൂട്ടുകാർ സന്തോഷത്തോടെ പാടി. കുരങ്ങൻ കുട്ടികൾ താളത്തിൽ ചെണ്ടയടിച്ചു. തത്തകളും കുയിലുകളും കരോൾ പാടി. എല്ലാവരും ഒന്നിച്ച് കാട്ടിലെ ഓരോ മാളങ്ങളും മരപ്പൊത്തുകളും കൂടുകളും ഗുഹകളും സന്ദർശിച്ചു. തേനും പഴങ്ങളും തേനടയുമായി മൃഗങ്ങൾ അവരെ വരവേറ്റു. പക്ഷികൾക്കും വലിയ സന്തോഷമായി. ക്രിസ്മസ് അപ്പൂപ്പനെയാണ് എല്ലാവർക്കും ഏറെ ഇഷ്ടമായത്. കുഞ്ഞുങ്ങൾക്കുള്ളൊരു സമ്മാനവുമായിട്ട് അപ്പൂപ്പൻ വന്നതു കണ്ടില്ലേ, തേനും പഴങ്ങളും കേക്കും തരാം, നീളനാം തുമ്പിയിൽ ഉമ്മ തരാം. എല്ലാ സ്ഥലത്തും ചെല്ലുന്ന കുട്ടികൾ അപ്പൂപ്പൻ ആനക്കുട്ടിയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അത് കണ്ട് മറ്റു കൂട്ടുകാരും സന്തോഷിച്ചു.